Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ഈ സമയവഴിയിലൂടെ റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ നിഷാറാണി, ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ആകാശവാണി നടത്തുന്ന റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ ഫാത്തിമത്തുൽ ഷഹാന PN. ഞാൻ രമിത K. ഞങ്ങൾ പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ബി ഞാൻ ഫാത്തിമത്തുൽ ഷാമില P. ഞാൻ അമ്രാട്ടി. ഞങ്ങൾ വളപട്ടണം CHMKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി ആഗ്നയ IP. ഞാൻ ദിവ്യ S. കുമാർ. ഞങ്ങൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ഡി ഞാൻ സിയ ഫാത്തിമ. ഞാൻ ശ്രീപ്രിയ ശ്രീകാന്ത്. ഞങ്ങൾ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ ഞാൻ അവന്തിക K. ഞാൻ ശിവദ VV. ഞങ്ങൾ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. 10ാം തരം കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, മൈക്കലാഞ്ചലോ മാപ്പ് എന്നീ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നോത്തരിയാണ് ഇവിടെ നടക്കുന്നത്. പ്രശ്നോത്തരിയുടെ 3ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൽ ശരിയുത്തരത്തിന് 10 പോയിന്റാണ്. ഉത്തരം അറിയില്ലെങ്കിൽ ചോദ്യം അടുത്ത ടീമിന് പാസ് ചെയ്യും. അപ്പോൾ അവർക്ക് 5 പോയിന്റ് ലഭിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ഖനിത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങളുടെ ആവിഷ്കാരമാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഈ പ്രസ്താവന സാധൂകരിക്കുന്ന ഉത്തരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാം? ഖനികളിൽ വളരെ അപകടം നിറഞ്ഞ ജോലികളാണ് ചെയ്യുന്നത്. എന്നിട്ടും പണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ തന്നെ പോകുന്നു. മരണം സംഭവിക്കും എന്നറിഞ്ഞിട്ടും ഖനികളിൽ തന്നെ ജോലി ചെയ്യുന്നു. ഖനികളിൽ ജോലി ചെയ്യുമ്പോൾ അവരെ കുറിച്ച് ഓർത്തുണ്ടാവുന്ന കുടുംബത്തിന്റെ ആശങ്കയും കഥകളിൽ തെളിയുന്നു. കൂടാതെ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമ്പോഴുള്ള കുടുംബത്തിന്റെ വേദനയും വേവലാതിയും കഥയിൽ കാണാം. അതെ, ഖനിത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങളുടെ ഹൃദയസ്പർശിയായ ആവിഷ്കാരമാണ് സുഭാഷ് ചന്ദ്രന്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ. ഉരുളക്കിഴങ്ങ് കർഷകരുടെ ജീവിത ദൈന്യം കാരണം കൂടുതൽ മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഖനികളിൽ തൊഴിൽ ചെയ്യാൻ പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. വളരെയേറെ അപകടം പിടിച്ച ജോലിയാണ് ഖനിയിൽ ഉള്ളത്. ആ അപകടത്തിന്റെ ഒരു ദയനീയ അവസ്ഥ ഇതറിഞ്ഞിട്ടും അവിടെ ജോലിക്ക് പോകാൻ നിർബന്ധിതരാകുന്ന ഒരു സമൂഹം. അപ്പൊ എന്തുമാത്രം ജീവിത ദുരിതമായിരിക്കും അവർ അനുഭവിക്കുന്നത് എന്ന ഒരു ചിന്ത. ഈ ഖനിയിൽ ജോലിക്ക് പോകാൻ ജോലി ചെയ്യുന്നവരുടെ അപകടാവസ്ഥയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കുടുംബത്തിന്റെ അവസ്ഥ, അവരെ ചുറ്റിപ്പറ്റി ആ കുടുംബത്തിനുള്ള ഒരുപാട് സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ പെട്ടെന്ന് തകർന്നു പോകുമ്പോൾ ആ കുടുംബത്തിന് അതുണ്ടാക്കുന്ന ആഘാതം, അവരനുഭവിക്കുന്ന വളരെ ശക്തമായ ആത്മസംഘർഷങ്ങൾ, അവരുടെ ഭാവി എന്ന വലിയ ചോദ്യചിഹ്നം, ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടാൻ ഈ കഥയ്ക്ക് കഴിയുന്നുണ്ട്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. തന്നിൽ നിന്നടർന്നൊരു മുത്തിനെ ആരോ കുത്തി, നെഞ്ചകം പിളർന്നൊരു മുത്തിനെ വീണ്ടും തന്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മ ഇരിപ്പൂ. മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയിലെ വരികളാണ്. തന്നിൽ നിന്നടർന്നൊരു മുത്തിനെ ആരോ കുത്തി, നെഞ്ചകം പിളർന്നൊരു മുത്തിനെ
വീണ്ടും തന്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മ ഇരിപ്പു. ഇവിടെ അമ്മയുടെ സങ്കടം എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ ഈ വരികൾക്ക് കഴിയുന്നുണ്ട്. മൈക്കലാഞ്ചലോ മാപ്പേ എന്ന കവിതയിൽ കുരിശിലേറ്റുന്നതോടെ അമ്മയിൽ നിന്നും അടർത്തി മാറ്റുകയാണ് തന്റെ മകനെ. യേശുവിനോട് ക്രൂരമായാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ചിപ്പിയിൽ നിന്നും മുത്തിനെ മാറ്റിയെടുത്താൽ അത് പാഴ്ചിപ്പിയായി നിൽക്കും. അതേപോലെ തന്റെ മകനെ അടർത്തി മാറ്റുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ലോകത്തിന് തന്നെ കരുണ കാണിച്ച യേശുവിനെ അത്രയും ക്രൂരമായാണ് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു സങ്കടം, ലോകത്തിന് തന്നെ നന്മ ചെയ്തിരുന്ന യേശുവിനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തി യേശുവിന്റെ ശവശരീരം മറിയത്തിന്റെ മടിയിൽ എടുത്തു വെക്കുന്നതാണ് സന്ദർഭം. ലോകത്തിന് കരുണ കാണിച്ചിട്ടും അത്രയും ക്രൂരമായാണ് യേശുവിനെ കൊലപ്പെടുത്തിയത്. അമ്മയുടെ മനസ്സിൽ ഒരു മകൻ മരിച്ചതിന്റെ വിഷമവും അത്രയും നന്മ ചെയ്തിട്ടും മനുഷ്യർ കൊടുത്ത ക്രൂര മരണവും ആ അമ്മയുടെ മനസ്സിൽ തെളിയും. വളരെ ഔചിത്യപൂർവമായ വരികളാണ് അത്. യേശുവിനെ മുത്തായും അമ്മയെ ചിപ്പിയായും സങ്കല്പിച്ചിരിക്കുകയാണ്. വളരെ വിലപിടിപ്പുള്ള അമൂല്യ നിധിയാണ് ചിപ്പിക്കുള്ളിലെ മുത്ത്. ഈ മുത്തിനെ പുറത്തെടുക്കാൻ വേണ്ടി ചിപ്പി തുറക്കുന്നു. അതിനുശേഷം മുത്തിനെ പുറത്തെടുക്കുന്നു. മുത്തിനെ പൂർണ്ണമായി ഉപയോഗിച്ച് അതിനെ കുത്തിപ്പിളർന്നതിനു ശേഷം വീണ്ടും ഈ ചിപ്പിയുടെ ഉള്ളിലേക്ക് വച്ചു കൊടുക്കുന്നു. ലോകത്തിന്, മാനവ ചരിത്രത്തിന് കിട്ടിയ അമൂല്യമായ നിധിയായിരുന്നു യേശുക്രിസ്തു. അമ്മയിൽ നിന്ന്, കന്യാമറിയത്തിൽ നിന്ന് പിറവികൊണ്ട യേശുവിനെ ലോകത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആശയങ്ങളും ആ മഹാകാരുണ്യവും സ്വീകരിച്ചതിനു ശേഷം കുരിശിൽ ചോര വാർന്ന് മരണം വിധിക്കുന്നു. മരിച്ചു കഴിഞ്ഞ ക്രിസ്തുവിന്റെ ശവശരീരം മടിയിൽ വച്ചിരിക്കുന്ന അമ്മ മറിയത്തിന്റെ ശില്പമാണ്. ഇങ്ങനെ ലോകം അവന്റെ നന്മകൾ ഊറ്റിയെടുത്തതിനു ശേഷം യേശുവിന്റെ മൃതശരീരത്തെ അമ്മയുടെ മടിയിലേക്ക് വച്ചുകൊടുത്തിരിക്കുന്നു. മകന്റെ അവസാനത്തെ തുള്ളിച്ചോരയും നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഈ ശരീരത്തെ മടിയിൽ വച്ചുകൊണ്ട് ഇനി ഒരു തുള്ളി കണ്ണുനീരില്ലാതെ ഇരിക്കുന്ന അമ്മയുടെ അവസ്ഥ കരളലിയിക്കുന്ന വിധത്തിൽ വായനക്കാരന്റെ മനസ്സിലേക്ക് എത്താൻ ഈ വർണ്ണനയ്ക്ക് കഴിയുന്നുണ്ട്. ഉത്തരം തികച്ചും ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഉരുളക്കിഴങ്ങു തിന്നുന്നവർ എന്ന കഥയിലെ അന്ന എന്ന കഥാപാത്രം വായനക്കാരന്റെ മനസ്സിനെ സ്പർശിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കുട്ടികളുടെ സംഭാഷണം വളരെ നിഷ്കളങ്കമായതാണ്. മിറലിന്റെ അടുക്ക് അന്ന ചെന്ന് പറയുന്നുണ്ട്, അച്ഛനെ കണ്ടിരുന്നോ, അച്ഛനോട് ഈസ്റ്റർ മുട്ടകൾ, ചായം തേച്ച ഈസ്റ്റർ മുട്ടകൾ കൊണ്ടുവരാൻ പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൂടെ കുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹവും അച്ഛനെ കാണാനുള്ള ആകാംക്ഷയും ഒക്കെ വ്യക്തമാകുന്നുണ്ട്. സാധാരണ കുട്ടികളുടെ സംസാരവും അവരുടെ നിഷ്കളങ്കതയും കാരണം മുതിർന്നവരുടെ മനസ്സിലുള്ള ദുഃഖം മാറുന്നതാണ്. പക്ഷേ ഇവിടെ അന്നയുടെ സംഭാഷണത്തിലൂടെ മരിച്ചുപോയ തന്റെ മകനെക്കുറിച്ച് മിറലും നഷ്ടപ്പെട്ട ഭർത്താവിനെക്കുറിച്ച് ജൂലിയാനയും ഓർക്കുന്നു. അവിടെ അവർക്ക് ദുഃഖമുണ്ടാകുന്നു. അതെ, ഇവിടെ അന്നയെക്കുറിച്ച് പറയുമ്പോൾ വായനക്കാരന്റെ ഉള്ളിലെ നീറുന്നൊരു കഥാപാത്രമായി അന്ന മാറുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള തിര്യക്കുകളുടെ പാട വടുക്കെട്ടിയ മുഖമായിരുന്നു അന്നയുടേത്. കുടുംബത്തിലെ ദാരിദ്ര്യവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞ ഒരു കുട്ടിയായിരുന്നു അന്ന. സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന അനാവശ്യമായ ശീലങ്ങളോ അല്ലെങ്കിൽ വാശികളോ കുട്ടിത്തത്തിന്റെ ഭാഗമായ ഇഷ്ടപ്രകടനങ്ങളോ ഒന്നും തന്നെ ആർക്കില്ല, അന്നയ്ക്ക് ഇല്ല. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ കഥാകൃത്ത് ഒരു സന്ദർഭം എടുത്തു പറയുന്നുണ്ട്. അത്രയും കസേരകളെ ആ വീട്ടിലുള്ളൂ. ഇത്രയും ആളുകൾ ഇരുന്നു കഴിഞ്ഞതിന്റെ ശേഷം തനിക്കൊരു കസേര കിട്ടാത്തതിൽ ഒരു വിധത്തിലുള്ള മുഷിച്ചലും ആര് കാണിക്കുന്നില്ല? അന്ന കാണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ എന്നും ഇവർ ഒരേ വിഭവമാണ് കഴിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും അന്ന അത്തരം ഒരു മടുപ്പ് പ്രകടിപ്പിക്കുന്നില്ല. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞ ഉത്തരത്തിൽ അടങ്ങിയ പോയിന്റ്, ചായം തേച്ച ഈസ്റ്റർ മുട്ടകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അപ്പോ തന്റെ അച്ഛൻ ഈസ്റ്റർ സമ്മാനങ്ങളുമായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അന്നയോട് അതെങ്ങനെ പറയും എന്നുള്ള മിറലിന്റെ ദുഃഖം. മറ്റൊന്ന്, അന്നയുടെ ചോദ്യത്തിന് മുന്നിൽ അകമടങ്ങി നിൽക്കുന്ന ജൂലിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലെ ഈ കുട്ടിയോട് എങ്ങനെയാണ് ഈ സത്യം വെളിപ്പെടുത്തേണ്ടത് എന്നറിയാതെ വിഷമിക്കുന്ന മുത്തച്ഛനും ഈ കുട്ടിയെ ഉറ്റുനോക്കിക്കൊണ്ട് തന്റെ ഭാവിയിലേക്ക് നോക്കിയിരിക്കുന്ന ജൂലിയാനെ.
എന്നാൽ അവരോടൊപ്പം തന്നെ ഒരുപക്ഷെ അറിയാതെ സ്വതസിദ്ധമായ നിഷ്കളങ്കമായ ആ ശൈലിയിൽ തന്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശീലിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായത്തിനേക്കാൾ ശാന്ത സ്വഭാവിയായിരിക്കുന്ന അന്ന. ഇത്രയും കാരണങ്ങൾ കൊണ്ട് അന്ന ഒരേ സമയം വായനക്കാരന്റെ കണ്ണ് നനയിക്കുകയും അതേസമയം ഇത്തരം ബാല്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ വായനക്കാരനിൽ നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായി മാറുന്നു. ഏകദേശം പോയിന്റുകളാണ് ടീം സി പറഞ്ഞത്. അവർക്ക് 8 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വൃദ്ധനായി അസ്വസ്ഥനായി ഒന്നുറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടിപ്പോകും ഈ ശതാബ്ദത്തിൻ ഭ്രാന്തജൽപ്പനം കേട്ടേ. തകർക്കാൻ വേണ്ടി അടിക്കപ്പെടുന്ന ചുറ്റികയുടെ ശബ്ദമാണ് കവിക്ക് ഭ്രാന്തജൽപ്പനമായി തോന്നുന്നത്. ഇവിടെ ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക സാഹചര്യം ONV കുറിപ്പിന്റെ അക്ഷരം എന്ന കൃതിസമാഹാരത്തിൽ നിന്നെടുത്ത മൈക്കലാഞ്ചോ മാപ്പിലെ വരികളാണിത്. ഡ്രഗിനടിമപ്പെട്ട ഇപ്പോഴത്തെ യുവത്വജനങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വർത്തമാന കാലത്തിന് ഇത് കൂടുതൽ പ്രസക്തിയേറുന്നു. കാരണം ONV കുറിപ്പിന്റെ കാലത്ത് വരെ ഡ്രഗിനടിമപ്പെട്ട് ഇത് തകർത്തപ്പോഴും ഇപ്പോഴും പല യുവത്വജനങ്ങളും ചെറുപ്പക്കാർ പോലും ഉറങ്ങാൻ വേണ്ടി വരെ ഡ്രഗിനെ തേടിയെടുത്തുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു ഭ്രാന്തമായ ജനതയാണ് ഇപ്പൊ നമ്മുടെ വർത്തമാന കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഭൂരിഭാഗം പേരും ഇപ്പോഴും ഡ്രഗിന് വേണ്ടി തേടി അലയുകയാണ്. തീർച്ചയായും ലഹരിക്ക് അടിമപ്പെടുന്ന യുവത്വത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ വരികളിൽ കവി പ്രകടമാക്കുന്നത്. എന്തിനും ഏതിനും മയക്കുമരുന്നിന്റെ ലഹരി ആവശ്യമാണ്, സാന്ത്വനം എന്ന് പറയുന്നത് ലഹരിയാണ് എന്ന് ചിന്തിക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ പോകുന്നുണ്ടോ എന്ന ആശങ്കയാണ് അവിടെ കവിക്കുള്ളത്. ആ ആശങ്ക സമകാലിക സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഉത്തരം പൂർണ്ണമായും ശരിയാണ്. ടീം ഡിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. വിൻസെന്റ് വാൻ ഗോഗിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന മഹത്തായ ചിത്രമാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയുടെ പ്രചോദനം. ആ ചിത്രം സുഭാഷ് ചന്ദ്രനെ ഉണർത്തിയ ഭാവനയാണ് ശരിക്കും ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ. കഥയുടെ രചനാശൈലിയിൽ ചിത്രകലയുടെ സ്വാധീനം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? വിൻസെന്റ് വാൻഗോഗിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് സുഭാഷ് ചന്ദ്രൻ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥാസമാഹാരം എഴുതിയിട്ടുള്ളത്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ വളരെയേറെ പ്രചോദനമേറിയിട്ടാണ് സുഭാഷ് ചന്ദ്രൻ ഈ കഥ എഴുതുന്നത്. 4 കസേരയും ഇടിഞ്ഞു പൊളിയാനായ വീടും അതിൽ 2 സ്ത്രീകളും 2 പുരുഷന്മാരും ഒരു കുട്ടിയും അടങ്ങിയിട്ടുള്ളതാണ് ചിത്രം. അതിനെ സംബന്ധിച്ചാണ് കഥയും എഴുതിയിട്ടുള്ളത്. ചിത്രത്തിലുള്ളതുപോലെ തന്നെ കഥാകാരൻ ആ വീടിന്റെ ദാരിദ്ര്യ അന്തരീക്ഷവും 2 സ്ത്രീകൾ അടങ്ങിയിട്ടുള്ളതും 2 പുരുഷൻ അടങ്ങിയിട്ടുള്ളതും ഒരു കുട്ടി അടങ്ങിയിട്ടുള്ളതുമായ രചനാ ശൈലി വെച്ച് തന്നെയാണ്, ചിത്രത്തിന്റെ രീതിയിൽ വെച്ച് തന്നെയാണ് കഥാപാത്രങ്ങളെയും വീടിനെയും വർണ്ണിച്ചിരിക്കുന്നത്. മ്ലാനമായ ചുമരുകളും ചെറിയ മേൽക്കൂരയും മാറാല പിടിച്ച അരുവും മൂലയും ചിത്രത്തിൽ കൊടുത്തതുപോലെ തന്നെ കഥാകാരൻ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിൽ വളരെ ഭംഗിയായിട്ട് വായനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള കഥാപാത്രങ്ങൾ ഇരിക്കുന്ന ദുഃഖപൂർണമായ ഒരു ചിത്രമാണ് വിൻസെന്റ് വാൻഗോഗിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെയുള്ള ഒരു വാങ്മയ ചിത്രം തന്നെയാണ് നമുക്ക് കഥയിലൂടെയും കാണാൻ സാധിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകാരൻ നമുക്ക് നൽകുന്ന ചിത്രവും അതുതന്നെയാണ്. ചിത്രത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ടൊരു കഥയാണ് ഇത്. ചിത്രകലയുടെ സാധ്യതകൾ ധാരാളം ഈ കഥയിൽ കഥാകൃത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രന്റെ ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മിക്കാവുന്ന ഒരു കാര്യം, കലാമൂല്യമുള്ള അതിമനോഹരമായ ഒരു ചിത്രത്തിൽ ഒറ്റ വരയും പാഴാവുകയില്ല. അതുപോലെ തന്നെ ഈ കഥയിൽ ഒറ്റ വാക്കുപോലും അടർത്തി മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാ വാക്കുകളും ആ കഥയുടെ ഒരു ഏകാഗ്രമായ ഒരു ഭാവത്തിന് ഒത്തിണങ്ങിയ വിധം ആവിഷ്കരിച്ചിട്ട് അതിന് കോർത്തിണക്കിയതുപോലെയാണ് ആ കഥയുടെ രചന. അങ്ങനെ ഒരു ശില്പം മെനഞ്ഞെടുക്കുന്ന ഒരു ആഖ്യാന തന്ത്രമാണ് സുഭാഷ് ചന്ദ്രൻ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നത്. മറ്റൊന്ന്, ഒറ്റയൊറ്റ ചിത്രങ്ങൾ വായനക്കാരന്റെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടും വാങ്മയ ചിത്രങ്ങളുടെ അപാരമായ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ടുമാണ് കഥ മുന്നോട്ട് പോകുന്നത്.
ഇടം വലം ഉലഞ്ഞ് വീട് അടുത്തു വന്നു. എപ്പോഴാണ്? മിറല് മകന്റെ മരണവിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു സന്ദർഭം. മറ്റൊന്ന്, നമ്മളൊരു ചോദ്യത്തില് നേരത്തെ ചർച്ച ചെയ്ത വെളിച്ചവും മഞ്ഞും തിമിരവും ചേർന്ന്, എന്താണ് വെളിച്ചത്തിന്റെ ഒരേ ഒരു ബിന്ദു വെളുത്ത പൂവെച്ച ഏകാന്തമായ ഒരു ശവകുടീരമാക്കി വീടിനെ മാറ്റി കാണിച്ചു എന്ന വസ്തുത. മറ്റൊന്ന്, ഇയാള് വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ ജൂലിയാന വാതിൽ തുറക്കുന്നു. അപ്പോ വാതിലിന്റെ ചേർപ്പ് രേഖകൾ തീർത്ത കുരിശിനു പിന്നിൽ ആരുടെ മുഖം പ്രത്യക്ഷപ്പെടുകയാണ്? ജൂലിയാനയുടെ മുഖം. അത് ഒരു ചിത്രത്തിൽ എന്ന വണ്ണം ആ വാങ്മയ ചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയുകയാണ്. അവിടെ കുരിശ് ദൈന്യത്തിന്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ സഹനത്തിന്റെ ഒക്കെ പ്രതീകമായ കുരിശ്. ആ കുരിശെന്ന അടയാളത്തിന് പിന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ജൂലിയാന എന്ന ചിത്രം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അവിടെ ജൂലിയാന എന്ന കഥാപാത്രം വായനക്കാരന്റെ മനസ്സിൽ കൂടുതൽ വാക്കുകളുടെ ആവശ്യമില്ലാതെ കുടിയേറുകയാണ്. മറ്റൊന്ന്, ടീം ഇവിടെ പറഞ്ഞു മാറാലെന്തൊക്കെ അതിൽ അത്തരം സൂചനകളിലൂടെ പകർന്നു തരുന്ന വീടിന്റെ ചിത്രം. വീണ്ടും ആ വീട്ടിലെ അന്തരീക്ഷത്തെ കുറിച്ച് കഥാകൃത്ത് സൂചിപ്പിക്കുന്നത് നോക്കൂ. റാന്തലിന്റെ മഞ്ഞ വിഷാദത്തിലേക്ക് മുഴുകി എന്നാണ് പറയുന്നത്. നിറങ്ങളുടെ സാധ്യത ഉപയോഗിച്ച് വൈകാരികമായ ഒരു ആസ്വാദനം സാധ്യമാക്കുന്ന ചിത്രകാരന്റെ രചനാ സങ്കേതം സൂക്ഷ്മാർത്ഥത്തിൽ പലയിടത്തും ഇവിടെ കഥാകൃത്ത് പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചിത്രകലയുടെ സ്വാധീനം ഈ കഥയുടെ രചനാരീതിയിൽ തെളിഞ്ഞ് കാണാൻ കഴിയുന്നു. ഉത്തരം ശരി. ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ഒരു വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ. ഈ വരികളിലെ സാദൃശ്യ കൽപ്പനയുടെ ഔചിത്യം വിശദമാക്കുക. യേശുവിന്റെ വെളുത്ത ശരീരത്തെയും ശോണരേഖ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ വെളുത്ത ശരീരത്തിൽ മുറിവേറ്റുകൊണ്ടുള്ള രക്തപ്പാടുകളെയുമാണ് ഇവിടെ കവി വെൺലില്ലിപ്പൂവിൽ തിരുശോണിതം വാർന്നതുപോലെ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്നുകൂടി ഉത്തരകൃത്യതയിലേക്ക് എത്തേണ്ടതുണ്ട്. ചോദ്യം ടീം ഡിക്ക് പാസ് ചെയ്യുന്നു. ക്രൂരമായ മരണത്തിന് വിധിക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തെയാണ് വെൺലില്ലിപ്പൂവ് എന്നതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. ശോണരേഖകൾ എന്ന് പറയുന്നത് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്തെയാണ്. ഇവിടെ വിശുദ്ധിയുടെ നിറമായ വെള്ളയിലാണ് രക്തം വാർന്നൊഴുകുന്നതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത കരുണയുടെ പ്രതീകമായ യേശു ദാരുണ മരണത്തിന് വിധിക്കപ്പെട്ടെങ്കിലും ഇത് വളരെയേറെ ദുഃഖകരമായാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ എന്ന് കവി പറയാൻ കാരണം. യേശുവിന്റെ അതിമനോഹരമായ വെളുത്ത ശരീരത്തെ വെൺലില്ലിപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ എന്ന് പറയുന്നിടത്ത് ചോര വാർന്നൊഴുകുന്ന ദയനീയമായ ആ തിരുശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനവികതയുടെ പ്രതിനിധിയായ ക്രിസ്തു വിധിക്കപ്പെട്ട അതിദയനീയമായ ദാരുണമായ വേദനയുടെ അവസ്ഥയെ ഈ സാദൃശ്യകൽപ്പനയിലൂടെ വെളിവാക്കും. അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ അതിമനോഹരമായ വെളുത്ത ശരീരത്തിൽ ചോരച്ചാലുകൾ സൃഷ്ടിക്കുന്ന ദൈന്യതയുണ്ട്. അതുപോലെ മാനവികതയുടെ മഹാസ്വരൂപത്തിന് നൽകപ്പെട്ട അതിദാരുണമായ വേദനയുടെ മുഹൂർത്തങ്ങളെ അല്ലെങ്കിൽ വേദനാജനകമായ ആ സംഭവത്തെ വായനക്കാരന്റെ മനസ്സിലും ഒരു മുറിവാക്കി മാറ്റാൻ ഈ സാദൃശ്യകൽപ്പനയ്ക്ക് കഴിയുന്നുണ്ട്. ടീം ഡി ശരിയുത്തരം നൽകി. ടീം ഡിക്ക് 5 പോയിന്റ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. ഇനി ടീം ഡിയോട് നേരിട്ടുള്ള ചോദ്യം. നന്നേ താഴ്ന്ന മേൽക്കൂരയുള്ള വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള വീട്. ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ കൊണ്ട് ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കൽപ്പില്ലാത്ത ആ ചെറിയ വീട് 3 വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും ചേർന്ന് സൃഷ്ടിച്ച പുകമഞ്ഞു പോലുള്ളൊരു മൗനത്തിൽ ആമഗ്നമായി. കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ തെളിയുന്ന സൂചനകൾ എന്തെല്ലാം? വളരെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണ് ആ വീട്ടിലുള്ളവർ നയിച്ചിരുന്നത്.
ജൂലിയാനയും മകളും 3 വൃദ്ധരുമാണ് അവിടെ താമസിച്ചിരുന്നത്. ഇവിടെ കഥയിൽ തന്നെ വ്യക്തമാവുന്നത് വൃദ്ധർക്ക് അന്വേഷിക്കാനും മറ്റു കാര്യങ്ങളിൽ ഇടപെടാനുമുള്ള അറിവ് കുറവാണ്. അതിനാലാണ് ഇവിടെ വൃദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. വീട് വളരെ ചെറുതാണ്, മേൽക്കൂര വളരെ താഴെയാണ്, മ്ലാനമായ ചുമരുകളാണ് കാണപ്പെടുന്നത്. ജീവിതാസക്തിയുടെ നിറമായ മഞ്ഞ നിറമാണ് വീടാകമാനം പരന്നിരിക്കുന്നത്. വീട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണെന്ന് ഇതിലൂടെ വ്യക്തമാണ്. മാറാല പിടിച്ച് കിടക്കുന്നത് വൃത്തിശൂന്യതയെയും ദാരിദ്ര്യത്തെയും അവിടെയുള്ളവരുടെ കഷ്ടപ്പാടിനെയും വ്യക്തമാക്കുന്നു. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഇവർ കൂടുതൽ പണം ലഭിക്കാനായി ഖനികളിലേക്ക് ജോലി തേടി പോവുകയാണ്. അങ്ങനെ അവിടെ പെട്ടുപോയ തന്റെ ഭർത്താവിനെ ആലോചിച്ച് വിഷമിക്കുന്ന ജൂലിയാനയുടെ കഥയാണ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എന്നുന്നവർ എന്ന കഥയിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദാരിദ്ര്യപൂർണമായ ഇവരുടെ ജീവിത രീതിയാണ് വ്യക്തമാവുന്നത്. ആ വീട്ടിലുള്ളവരുടെ ജീവിത സാഹചര്യം, ദാരിദ്ര്യം, അവരുടെ സാമൂഹികമായ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്കായി പോകുന്ന കർഷക തൊഴിലാളികളുടെ ഒരവസ്ഥ, ഇപ്പോ ഖനിയിൽ ജോലിക്ക് പോയ കഥാപാത്രത്തിന് സംഭവിച്ചിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ഒരുതരം ഉത്കണ്ഠ, അത് സൃഷ്ടിക്കുന്ന ഭയാനകമായ ഒരു ആശങ്ക, അവിടെ ഉണ്ടാവുന്ന മൗനം, അവരുടെ വേണ്ടത്ര ആ കാര്യങ്ങൾ തങ്ങൾക്ക് മുന്നോട്ട് നീക്കാൻ കഴിയുമോ എന്നറിഞ്ഞുകൂടാത്ത 3 വൃദ്ധാത്മാക്കളെ കുറിച്ചുള്ള സൂചന, അവരുടെ നിസ്സഹായത, ഇതൊക്കെ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവരാണോ തങ്ങൾ എന്നുള്ള അവരുടെ ആശങ്ക, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതാവസ്ഥകൾ ഈ സന്ദർഭത്തിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചുറ്റികയൊരു കരിവണ്ട് പോൽ ചുറ്റിപ്പറന്ന് ഉളിതൻ നെറുകയിൽ ചുംബിക്കും ഹർഷോന്മാദ സീൽക്കാരം കേൾപ്പു ഞാൻ. ഈ വരികളിലെ സാദൃശ്യ കൽപ്പനയുടെ ഒരു ഭംഗി വിശദാക്കാം. അതായത് പിയത്ത നിർമ്മിക്കുന്നത് വെളുത്ത മാർബിള് പോലത്തത് കൊണ്ടാണ്. അപ്പം ആ മാർബിളില് ഓരോ കഷ്ണങ്ങളും ചുറ്റിക കൊണ്ട് അടത്തിയാണ് മറിയം യേശുവിനെ പിടിക്കുന്ന ആ ഒരു രൂപം ആക്കുന്നത്. അപ്പോ ആ ചുറ്റിക കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ രൂപം ചെത്തി എടുക്കുമ്പോൾ ആ ചുറ്റിക പറന്നു പോകുന്നത് ആ ഒരു വെളുത്ത പൂ പോലെയുള്ള ശില്പത്തിന്റെ മുകളിലൂടെ കറുത്ത നിറമുള്ള ഒരു ചുറ്റിക കരിവണ്ട് പോലെയായി പാറിക്കളിച്ച് ചുംബിക്കുന്നത് പോലെയാണ് കവി ഇവിടെ പറയുന്നത്. സാധാരണ ഇപ്പൊ നമ്മള് ചുറ്റിക അടിക്കുക എന്നല്ല പറയുന്നത്, ചുറ്റിക ഒരു കരിവണ്ട് പോൽ പറന്ന് ഉളിയുടെ നെറുകയിൽ ചുംബിക്കും. ആ ഒരു പ്രയോഗം കൊണ്ട് ഒരു സൗന്ദര്യാത്മകത വരുത്തുന്നില്ലേ? അതെന്തായിരിക്കും? ശില്പിക്ക് ആത്മബന്ധം. ആ ശില്പി അത് ചെയ്യുമ്പോ മറ്റൊരാൾ ചുറ്റിക എടുത്ത് പ്രയോഗിക്കുന്നത് പോലെയല്ല. ആ കലാസപര്യയിൽ തന്റേതായ ശില്പനിർമ്മാണത്തിന്റെ പങ്കുവെക്കാനാവാത്ത കലാമുഹൂർത്തങ്ങളിലൂടെ മുഴുകിയ കവിയെയാണ് നമ്മളവിടെ കാണുന്നത്. ചുറ്റിക ശിലയിൽ വന്ന് മുട്ടുന്നതിനെ കരിവണ്ട് ചുറ്റിപ്പറന്ന് ഉളിയുടെ നെറുകയിൽ എന്ത് ചെയ്യുന്നത്? ചുംബിക്കുന്നത് പോലെയുള്ള അനുഭവമാക്കി അല്ലെങ്കിൽ അത്തരം ആ രീതിയിൽ സങ്കല്പിക്കുന്നതിലൂടെ സൃഷ്ടിയുടെ ഉജ്ജ്വലമായ മുഹൂർത്തവും ആ ശില്പനിർമ്മാണത്തിന്റെ വേളയിൽ ശിലയും ശില്പിയും തമ്മിലുള്ള കലാത്മകമായ ആത്മബന്ധത്തിന്റെ വളരെ ഹൃദ്യമായ ഒരു ആവിഷ്കാരവും അതിലൂടെ എന്ത് ചെയ്യുന്നു? സാധ്യമാകുന്നു. ഏതാണ്ട് ഉത്തരത്തിലേക്ക് ആവശ്യമായ പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ടീം സിക്ക് 8 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നമ്മുടെ യൂണിറ്റിന്റെ ശീർഷകത്തിന്റെ പേര് കലകൾ കാവ്യങ്ങൾ എന്നാണ്. ഈ യൂണിറ്റ് ശീർഷകവും ഈ പാഠഭാഗങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് വിശദീകരിക്കാം. ഈ 2 പാഠങ്ങളും യൂണിറ്റുമായി തീർച്ചയായും ബന്ധമുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ശില്പത്തെ കുറിച്ചിട്ടുള്ള കവിതയും ചിത്രത്തെ കുറിച്ചിട്ടുള്ള പാഠവുമാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഏതാണെന്നൊന്ന് പറഞ്ഞോളൂ. ചിത്രം ഏതാണ്? ആരുടേതാണ്? വിൻസെന്റ് വാൻഗോവിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം സുഭാഷ് ചന്ദ്രന്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നതിലും പിയത്ത എന്ന മൈക്കലാഞ്ചലോവിന്റെ ശില്പവും മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയുമാണ് ഈ 2 പാഠം. 2 കവിക്കും ശില്പിക്കും കഥാകൃത്തിനും ചിത്രകാരനും തമ്മിലുള്ള ബന്ധം കല എന്ന രൂപത്തെ അവരെ മനസ്സിൽ ധാനിച്ച് ചെയ്യുന്നതാണ്. അതെ, കലകൾ തമ്മിലുള്ള പാരസ്പര്യമാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ കാണുന്നത്.
അതുകൊണ്ട് തന്നെ കലകൾ കാവ്യങ്ങൾ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എന്ത് ചെയ്യുന്നു, യോജിക്കുന്നുണ്ട്, ഉചിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. കരയുവാൻ കണ്ണുനീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ, വിങ്ങും ഉൾത്താപം പോലെ. ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടാൽ അതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? യേശുവിന്റെ മാതാവായ കന്യാമറിയത്തിന്റെ വിഷമത്തെ കുറിച്ചാണ് ഈ വരികളിൽ തെളിയുന്നത്. കന്യാമറിയത്തിന് തന്റെ മകൻ മരണപ്പെട്ടപ്പോഴുണ്ടായ വിഷമം ഈ വരികളിൽ തെളിയുന്നുണ്ട്. ഈ കവിതയിൽ തന്നെ കാണാം പാഴ്ചിപ്പിയോട് കന്യാമറിയത്തെ ഉപമിക്കുന്നതും പാഴ്ചിപ്പിയിലെ മുത്തിനോട് യേശുവിനെ ഉപമിക്കുന്നതും. ഇതിലൂടെ കന്യാമറിയത്തിന്റെ വിഷമവും ഈ വരികളിൽ കാണാൻ സാധിക്കും. കരയുവാൻ പോലും സാധിക്കാതെ അത്രയും ദയനീയ അവസ്ഥയിലാണ് കന്യാമറിയം അവിടെ നിൽക്കുന്നതെന്നും ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും വിഷമത്തിൽ ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ പോലും കഴിയാതെ, എന്നാൽ ഉള്ളിൽ സങ്കടം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണീര് ഇനി ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അമ്മ. ദുഃഖം സഹിച്ച് സഹിച്ച് ഇനി അവർക്ക് കരയുവാൻ കണ്ണുനീരില്ല, ഇനി ഒന്നും പറയാനില്ല. കണ്ണുനീരും വാക്കുകളും ഒക്കെ ഇനി ഉള്ളിലടക്കി വെച്ച ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ ഉള്ള് വിങ്ങി നീറുന്ന, താപം കൊണ്ട് ദുഃഖം കൊണ്ട് വിങ്ങി നീറുന്ന, എന്നാൽ ഒന്നും ഇനി പ്രകടിപ്പിക്കുവാൻ അശക്തയായിരിക്കുന്ന, അങ്ങേയറ്റം നിസ്സഹായയായ, ദുഃഖം സഹിച്ച് സഹിച്ച് മരവിപ്പിലെത്തിയ ഒരമ്മയുടെ ചിത്രം ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ വരികളിലൂടെ ചെയ്യുന്നത്. ടീം എ വരികളുടെ ഏകദേശം ആശയങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ടീം എക്ക് 8 പോയിന്റ്. പ്രശ്നോത്തരിയുടെ 3ാം റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ടീമിനും കിട്ടിയ പോയിന്റ് നില പരിശോധിക്കാം. ടീം എ 18 പോയിന്റ്, ടീം ബി 20 പോയിന്റ്, ടീം സി 16 പോയിന്റ്, ടീം ഡി 25 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്. മൂന്ന് റൗണ്ടുകളിലെയും ആകെ പോയിന്റ് നില: ടീം എ 41 പോയിന്റ്, ടീം ബി 40 പോയിന്റ്, ടീം സി 31 പോയിന്റ്, ടീം ഡി 45 പോയിന്റ്, ടീം ഇ 25 പോയിന്റ്. നാളെ ഇതേ സമയം റേഡിയോ ടീച്ചർ മലയാളം കേരള പാഠാവലി പ്രശ്നോത്തരി 3ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി വി പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.